ഭൗതിക ലോകത്തെ നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഭൗതികശാസ്ത്രത്തിന്റെ അടിസ്ഥാന പാഠങ്ങളിലേക്കുള്ള ഈ എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാമല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു സാർവത്രികമായ മാനദണ്ഡം, അതായത് ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ നമ്മൾ എങ്ങനെ കൃത്യമായി താരതമ്യം ചെയ്യും? ഇപ്പോൾ 2 മരങ്ങളിൽ ഏതിനാണ് ഉയരം കൂടുതൽ, അല്ലെങ്കിൽ 2 കല്ലുകളിൽ ഏതിനാണ് ഭാരം കൂടുതൽ എന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിച്ചു പറയും? ഇവിടെയാണ് അളവുകൾ അഥവാ മെഷർമെന്റ്സ് ശരിക്കും പ്രസക്തമാകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായും കവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ആദ്യം അളവ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ നോക്കും. പിന്നെ അടിസ്ഥാന യൂണിറ്റുകളും ഡിറൈവ്ഡ് യൂണിറ്റുകളും തമ്മിലുള്ള വ്യത്യാസം. അവസാനം ചരിത്രപരമായി ഉപയോഗിച്ചിരുന്ന ചില യൂണിറ്റ് സിസ്റ്റങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യും. ശരി, ഒന്നാമത്തെ വിഷയം അളവ് എന്നതിന്റെ അർത്ഥം. കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ കൃത്യമായൊരു സയൻസ് ഉണ്ട്. സത്യത്തിൽ ഒരു സാധനത്തെ അളക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനപരമായ അർത്ഥം അതൊരു താരതമ്യം നടത്തുക എന്നതാണ്. നമുക്ക് മുൻപേ അറിയാവുന്ന, എല്ലാവരും അംഗീകരിച്ചൊരു സ്റ്റാൻഡേർഡുമായി പുതിയൊരു സാധനത്തെ വെച്ചുനോക്കുന്ന അല്ലെങ്കിൽ താരതമ്യം ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ അളവെടുപ്പ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ യൂണിറ്റ് എന്ന വാക്കുപയോഗിക്കുന്നത്. എന്താണൊരു യൂണിറ്റ്? അളവെടുപ്പിലെ ഈ താരതമ്യത്തിനായി നമ്മൾ ഉപയോഗിക്കുന്ന അടിസ്ഥാനപരവും അതുപോലെ അന്തർദേശീയമായി എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടതുമായ ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡിനെയാണ് യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഇതിന്റെ മൂല്യം മാറാൻ പാടില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ ഒരു അളവ് രേഖപ്പെടുത്തുമ്പോൾ വെറും ഒരു സംഖ്യ മാത്രം പറഞ്ഞാൽ പോരാ. ഇപ്പം ഉദാഹരണത്തിന് വെറുതെ 5 എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാകുമോ? ഇല്ല. അത് നീളമാണോ ഭാരമാണോ എന്നറിയണമെങ്കിൽ ഒരു പൂർണ്ണമായ അളവ് രേഖപ്പെടുത്തണം. അതായത് ഒരു സംഖ്യാമൂല്യവും അതിനോടൊപ്പം കൃത്യമായ ഒരു യൂണിറ്റും വേണം. 5 മീറ്റർ അല്ലെങ്കിൽ 5 കിലോഗ്രാം എന്നു പറയുമ്പോൾ മാത്രമാണ് അതൊരു പെർഫെക്റ്റ് അളവാകുന്നത്. രണ്ടാമത്തെ ഭാഗം അടിസ്ഥാന യൂണിറ്റുകളും ഡിറൈവ്ഡ് യൂണിറ്റുകളും. പ്രപഞ്ചത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ഭൗതിക രാശികളുണ്ടെങ്കിലും വളരെ ചുരുക്കം ചില അടിസ്ഥാന യൂണിറ്റുകൾ മാത്രം ഉപയോഗിച്ച് നമുക്കവയെല്ലാം അളക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം. ഈ 2 യൂണിറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അടിസ്ഥാന യൂണിറ്റുകൾ, അതായത് ബേസ് യൂണിറ്റുകൾ എന്ന് പറയുന്നത് ആരെയും ആശ്രയിക്കാതെ സ്വതന്ത്രമായി നിൽക്കുന്നവയാണ്. അതിന് വേറെ യൂണിറ്റുകളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. എന്നാൽ ഡിറൈവ്ഡ് യൂണിറ്റുകൾ അങ്ങനെയല്ല. ഈ ബേസ് യൂണിറ്റുകളെ പല രീതിയിൽ കൂട്ടിച്ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നവയാണവ. ഇതിനെ ഒരു വീട് പണിയുന്നതുമായിട്ട് വേണമെങ്കിൽ നമുക്ക് താരതമ്യം ചെയ്യാം. ബേസ് യൂണിറ്റുകൾ ഇഷ്ടികകൾ പോലെയാണ്. ഇപ്പോൾ നീളം എന്ന അടിസ്ഥാന യൂണിറ്റ് 3 തവണ പരസ്പരം ഗുണിക്കുമ്പോൾ നമുക്ക് വ്യാപ്തം അഥവാ വോള്യം എന്ന പുതിയൊരു ഡിറൈവ്ഡ് യൂണിറ്റ് കിട്ടുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റുകൾ ഉപയോഗിച്ച് എത്ര സങ്കീർണമായ അളവുകളും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ കണ്ട ഈ അടിസ്ഥാന യൂണിറ്റുകളെയും അതിൽ നിന്നുണ്ടാക്കിയെടുത്ത ഡിറൈവ്ഡ് യൂണിറ്റുകളെയും എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതിനെയാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭൗതിക ലോകത്തെ മുഴുവൻ അളവുകളെയും കവർ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണിത്. അപ്പോൾ നമ്മൾ നമ്മുടെ അവസാന വിഷയത്തിലേക്ക് വരികയാണ്: ചരിത്രപരമായ യൂണിറ്റ് സിസ്റ്റങ്ങൾ. ഇന്ന് ലോകമെമ്പാടും നമ്മൾ ഒരേപോലെയുള്ള അളവുകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ ആധുനിക സ്റ്റാൻഡേർഡുകൾ വരുന്നതിനു മുൻപ് പല രാജ്യങ്ങളിലെയും ശാസ്ത്രജ്ഞർ തീർത്തും വ്യത്യസ്തമായ യൂണിറ്റ് സിസ്റ്റങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? മുൻകാലങ്ങളിലുണ്ടായിരുന്ന 3 പ്രധാന യൂണിറ്റ് സിസ്റ്റങ്ങളെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നീളം, പിണ്ഡം അഥവാ മാസ്, സമയം എന്നീ അടിസ്ഥാന കാര്യങ്ങളെ ഓരോ സിസ്റ്റവും എങ്ങനെയാണ് അളന്നത് എന്ന് നോക്കൂ. CGS സിസ്റ്റത്തിൽ സെന്റിമീറ്ററും ഗ്രാമം ഉപയോഗിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന FPS സിസ്റ്റത്തിൽ അത് ഫൂട്ടും പൗണ്ടുമായിരുന്നു. തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ലാത്ത വ്യത്യസ്ത അളവുകോലുകൾ. പക്ഷേ ഇതിലൊക്കെ ഭയങ്കര കൗതുകകരമായൊരു കാര്യമുണ്ട്. നീളവും ഭാരവും അളക്കുന്ന കാര്യത്തിൽ ഇവർ തമ്മിൽ യാതൊരു സാമ്യവുമില്ലായിരുന്നെങ്കിലും ഈ 3 സിസ്റ്റങ്ങളും ഒരേപോലെ അംഗീകരിച്ച ഒരൊറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സമയത്തിന്റെ യൂണിറ്റായ സെക്കൻഡാണ്. എല്ലാവരും സമയത്തെ അളക്കാൻ അന്നും ഇന്നും സെക്കൻഡ് തന്നെയാണ് ഉപയോഗിച്ചത്. അത് ശരിക്കും ഒരു അത്ഭുതമല്ലേ? എന്നിരുന്നാലും ഇങ്ങനെ ഓരോ രാജ്യങ്ങളും ഓരോ സിസ്റ്റം ഉപയോഗിക്കുന്നത് ശാസ്ത്രലോകത്ത് വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. സങ്കൽപ്പിച്ചു നോക്കൂ, ഒരാൾ പറയുന്ന അളവ് മറ്റൊരാൾക്ക് മനസ്സിലാകാത്തൊരവസ്ഥ. ഇത് കാരണം അന്താരാഷ്ട്ര തലത്തിലുള്ള റിസർച്ചുകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലായി. അങ്ങനെയാണ് ഈ പഴയ സിസ്റ്റങ്ങളെല്ലാം മാറ്റി ലോകത്തിനു മുഴുവൻ ഒരൊറ്റ സിസ്റ്റം വേണമെന്ന തീരുമാനത്തിൽ നമ്മളെല്ലാവരും കൂടെ ഇന്നുപയോഗിക്കുന്ന മോഡേൺ SI സിസ്റ്റം കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ഈ എക്സ്പ്ലെയിനർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പോകുന്നതിന് മുൻപ് ഒരു നിമിഷം ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. പഴയ ആ സിസ്റ്റമുകളെല്ലാം ഉപേക്ഷിച്ച്
ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു ഒറ്റ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് സിസ്റ്റം കൊണ്ടുവന്നത് ആധുനിക ശാസ്ത്രത്തിന്റെയും സാങ്കേതികവിദ്യയുടെയും വളർച്ചയ്ക്ക് എത്രത്തോളം നിർണായകമായിരുന്നു. രാജ്യങ്ങൾ തമ്മിൽ വിവരങ്ങൾ കൈമാറുന്നതിലും പുത്തൻ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിലും ഈയൊരു മാറ്റമുണ്ടാക്കിയ ഇമ്പാക്റ്റ് ചെറുതൊന്നുമല്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.